ശിവായ. നർമ്മദേ ഹർ. നമസ്കാരം സുഹൃത്തുക്കളെ, എൻ്റെ പേര് അരുൺ പ്രഭു. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഈ ചാനലിലേക്ക് സുസ്വാഗതം. ഇന്ന് ഞാൻ ഈ എപ്പിസോഡിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിഷയമാണ്. കുറച്ച് നാൾ മുമ്പ് ഞാനൊരു എപ്പിസോഡ് വീഡിയോ ചെയ്തിരുന്നു. അതായത് 2025 മുതൽ 2028 വരെ വളരെ വളരെ പ്രധാനപ്പെട്ട വർഷങ്ങളാണ്. ഇത് പറയാൻ കാരണം ഈ വർഷങ്ങളിൽ സംഭവിക്കേണ്ട കാര്യങ്ങൾ വളരെ ഭയാനകമാണ്. ഇത് പേടിപ്പിക്കാനോ അല്ലെങ്കിൽ വേദനിപ്പിക്കാനോ അല്ല. ഇത് സത്യമാണ്. അത് നമ്മൾ ഒന്ന് അനലൈസ് ചെയ്താൽ നമുക്ക് മനസ്സിലാവും. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ 2025 നാം കണ്ട അറിഞ്ഞ കാര്യങ്ങൾ ഒരു ട്രെയിലർ മാത്രമാണ്. വിമാനാപകടം, പ്രകൃതിക്ഷോഭങ്ങൾ, ഈ പറയുന്ന മതപ്രശ്നങ്ങൾ, ജാതിപ്പോര്, പൊളിറ്റിക്കൽ വാർ, അതേപോലെ രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധം എന്നുവേണ്ട എല്ലാ തരത്തിലും ഈ 2026 തൊട്ട് സംഭവിക്കും എന്നതിനുള്ള ഒരു ട്രെയിലർ ആണ് 2025 ഈ വർഷം നാം കാണേണ്ടത്. ട്രെയിലർ എന്ന് പറഞ്ഞാൽ കുറച്ച് മാത്രമേ ഉണ്ടാവുള്ളൂ. ഒരു സിനിമ ഇറങ്ങുന്നതിന് മുമ്പായിട്ട് ആ സിനിമയുടെ ഒരു ഏകദേശ രേഖയാണ് ആ സിനിമയുടെ ട്രെയിലർ എന്ന് പറഞ്ഞാൽ. അതേപോലെയാണ് 2026 to 2028 അതിനുള്ള ട്രെയിലറാണ് ഞാൻ ഇന്ന് 2025 കാണുന്നത്. പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാം. മതം സംബന്ധിച്ച്, ജാതി സംബന്ധിച്ച്, യുദ്ധങ്ങൾ സംബന്ധിച്ച്, ഈ പറയുന്ന പ്രകൃതി ദുരന്തങ്ങൾ, അതേപോലെ ലഹരി ഉപയോഗങ്ങൾ സമൂഹത്തിൽ കാർന്നു തിന്നുവാണ്. ചെറിയ മക്കൾ തൊട്ട്, വളരെ സങ്കടമായിട്ട് പറയേണ്ട ഒരു അവസ്ഥയാണ്, ചെറിയ മക്കൾ തൊട്ട്, സ്കൂളിൽ പഠിക്കുന്ന മക്കൾ തൊട്ട് ഇതിനടിമയാകുന്നു എന്നുള്ളതാണ്. അപ്പോൾ ദൈവികത അറ്റുപോയതിൻ്റെ ഒരു സ്വഭാവമാണ് നാം വേറിട്ട് പോകുന്നത്, നിലവിട്ട് പോകുന്നു എന്ന് പറയാം. ഇന്നത്തെ എഡ്യൂക്കേഷൻ തന്നെ അതിന് കറക്റ്റ് സബ്ജക്റ്റാണ്. ആവശ്യമായ ഒന്നും ഇന്നത്തെ തലമുറയ്ക്ക് കിട്ടുന്നില്ല. ഒരു വ്യക്തി എങ്ങനെ ജീവിക്കണം എന്ന് നമ്മുടെ ഇന്നത്തെ വിദ്യാഭ്യാസം നമുക്ക് പറഞ്ഞു തരുന്നില്ല. ഈ സൈൻ തീറ്റ, കോസ് തീറ്റ എന്നൊക്കെ പറയുന്നത് നമുക്ക് ഒരു പരിധി വരെ നമ്മുടെ ഇന്നത്തെ ജീവിതത്തിന് ഉപകരിച്ചിട്ടില്ല. അതേസമയം അവൻ എങ്ങനെയാണ് റോഡ് നിയമങ്ങൾ പാലിക്കേണ്ടത്, അല്ലെങ്കിൽ ഒരു സമൂഹത്തിൽ ഏതൊക്കെ നിലയിലാണ് അവൻ ജീവിച്ച് വരേണ്ടത്, അവൻ ഈ വിദ്യാഭ്യാസം കഴിഞ്ഞാൽ ഒരു സ്പെസിഫിക് തൊഴിൽ
മാത്രം നോക്കാതെ, അല്ലെങ്കിൽ അവനത് കിട്ടിയില്ലെങ്കിൽ വേറെ ഏത് മേഖലയിൽ എന്ത് ചെയ്താൽ, എങ്ങനെ ചെയ്താൽ അവൻ രക്ഷപ്പെടും എന്നൊന്നും നമ്മുടെ വിദ്യാഭ്യാസം പറഞ്ഞു തരുന്നില്ല. മാത്രവുമല്ല, ഒരു വിദ്യാർത്ഥി രാവിലെ എഴുന്നേൽക്കുന്നു, 7 മണിക്ക് ഉള്ളിൽ തന്നെ എല്ലാം കുളി തേവാരം എല്ലാം കഴിഞ്ഞ് അവൻ സ്കൂളിലേക്ക് വിടുന്നു. തേവാരം, അതായത് പല്ല് തേച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഈ പറയുന്ന യൂണിഫോം ഇട്ട് അവൻ പോവുകയാണ് 7 മണിക്ക്. പിന്നെ വരുന്നത് 4 മണിയാവും. കുറച്ച് കളിച്ചു, പിന്നെ വിദ്യാഭ്യാസ സംബന്ധമായിട്ടുള്ള, അതായത് ഹോംവർക്ക് ഒക്കെ ചെയ്യുക, കിടന്നുറങ്ങുക. ഇവിടെ എവിടെയാണ് ഭഗവാന്റെ മുമ്പിൽ ഒരു 10 മിനിറ്റ് ഇരിക്കാനുള്ള സമയം ആ വ്യക്തിക്ക് അല്ലെങ്കിൽ ആ കുട്ടിക്ക്? ഇവിടെയാണ് ശരിക്കും നമ്മുടെ തലമുറയെ വാർത്തെടുക്കേണ്ട സാഹചര്യം വേണ്ടി വരുന്നത്. എല്ലാ മതത്തിൻ്റെയും കാര്യം അതൊക്കെ തന്നെയാണ്. അപ്പോൾ നമ്മുടെ റൂട്ടീൻ എന്ന് പറയുന്നത് വിദേശികൾക്ക് അവരുടെ കർമ്മങ്ങൾക്ക് അടിമകളാകുക അല്ലെങ്കിൽ ആക്കുക എന്നുള്ള കോൺസെപ്റ്റാണ് ഇന്നത്തെ വിദ്യാഭ്യാസം. പണ്ട് നമ്മുടെ ഭാരതത്തിലെ ഗുരുകുലം ഉണ്ടായിരുന്നു. ആ ഗുരുകുലത്തിൽ എല്ലാ വിദ്യകളും അഭ്യസിപ്പിച്ചിരുന്നു. പക്ഷെ ഇന്ന് ആ ഗുരുകുലം എന്നുള്ളൊരു കോൺസെപ്റ്റിൽ നിന്ന് വേർതിരിച്ച് ഒരു മോഡേൺ ടെക്നോളജിയിലേക്ക് നാം പോകുന്നു. ശരിയാണ്, മോഡേണിസം വേണം. ബട്ട് നമ്മുടെ തലമുറ എങ്ങോട്ടാണ് പോകുന്നത്? രാവിലെ ഒരു കുട്ടി ഇറങ്ങിക്കഴിഞ്ഞാൽ വീട്ടിൽ തിരിച്ചു വരുന്നവരെ അവൻ വിദ്യാലയത്തിൽ തന്നെ ആയിരുന്നോ എന്ന് പോലും അന്വേഷിക്കാത്ത രക്ഷിതാക്കളാണ് ഇന്നുള്ളത്. നമുക്ക് വളരെ സങ്കടകരമായിട്ടുള്ള കാര്യമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. അപ്പോൾ ഇന്നത്തെ കാലത്ത് ആയുധക്കച്ചവടമുണ്ട്, ലഹരി മാഫിയകളുണ്ട്, ഓരോത്തിനും ഓരോ മാഫിയകൾ തച്ച് വളരുന്ന ഒരു ലോകത്തിലാണ് നാം ജീവിക്കുന്നത്. അപ്പോൾ ഇതിനൊക്കെ പ്രകൃതി ഒരു അറുതി വരുത്തുക എന്നുള്ളൊരു ഉദ്ദേശ്യമാണ് ഈ പറയുന്ന 2026 to 2028 ഈ കാലയളവിൽ നമുക്കെല്ലാം പ്രതീക്ഷിക്കാം. പ്രകൃതി ദുരന്തങ്ങൾ ഇപ്പം നമുക്കറിയാലോ, പാകിസ്ഥാനിലും ചൈനയിലും ജപ്പാനിലും എന്ന് വേണ്ട നമ്മുടെ കേരളത്തിലും പുഴകളൊക്കെ കവിഞ്ഞൊഴുകി, നദികൾ, സമുദ്രം തന്നെ നിലമറുന്ന അവസ്ഥയിലാണ്. ഒരിടത്ത് യുദ്ധം, ഒരിടത്ത് ജാതിക്കലാപം, ഒരിടത്ത് പൊളിറ്റിക്സിൻ്റെ കലാപങ്ങൾ, വേറൊരിടത്ത് മയക്കുമരുന്ന്. ഇപ്പം നമ്മൾ ഈയിടെയായിട്ട് കുറേ വാർത്തകൾ കേട്ടു. ഒരു തട്ടുകടയിൽ ഭക്ഷണമില്ലാത്തതിൻ്റെ പേരിൽ കത്തിക്കുത്ത് നടക്കുക, ബിരിയാണിയിൽ ചിക്കൻ ഇല്ല എന്ന് പറഞ്ഞിട്ട് കത്തിക്കുത്ത് നടത്തുക. അപ്പോൾ ഇന്നത്തെ തലമുറ ഒരു മാനസിക തലം വിട്ട ഒരു തലത്തിലേക്കാണ് മുമ്പോട്ട് പോകുന്നത്. എവിടെ നോക്കിയാലും ഇഷ്യൂസാണ്. ഇപ്പോൾ നമ്മളൊരു സിമ്പിളായിട്ടൊരു വീഡിയോ ഇട്ടാൽ പോലും
കലഹം ചെയ്യുക എന്നുള്ള ഒരു ടെൻഡൻസിയാണ് ഇന്ന് സമൂഹത്തിൽ വന്നു ചേർന്നിരിക്കുന്നത്. ഇങ്ങനെ എന്തുകൊണ്ടാണ് സംഭവിക്കുന്നതെന്ന്, അതാണ് കലിയുഗം. കലഹപ്രിയരാണ്. ചെറിയ കാര്യങ്ങൾക്ക് വരെ ഇഷ്യൂസ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതായത് ഒരു വൈൽഡ് ഡിപ്രഷൻ എന്നുള്ള തലത്തിലേക്ക് മനുഷ്യൻ മാറിയിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. ദൈവികത, സ്പിരിച്വാലിറ്റി ഒട്ടും തന്നെ ഇല്ലാത്ത അവസ്ഥയിൽ വരുമ്പോൾ മനുഷ്യൻ്റെ നിലമറന്നുള്ള സ്വഭാവമാണ് ഇന്ന് നാം കാണുന്നത്. അപ്പോൾ സ്പിരിച്വാലിറ്റി ഇല്ലാത്ത അവസ്ഥയിൽ ഇപ്പോൾ ജസ്റ്റ് ഒരു വീഡിയോ ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിലോ ഒക്കെ നമ്മൾ വേറെ തലത്തിലിട്ട് കഴിഞ്ഞാൽ അത് വിശ്വസിച്ച് ആക്ട് ചെയ്യുന്ന ഒരു തലമാണ് ഇന്നത്തെ സമൂഹം. സോഷ്യൽ മീഡിയയിലെ കാലമാണ്. അത് അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിയാതെ ഈ വീഡിയോയിൽ കണ്ട കണ്ടന്റ് റിയാലിറ്റി ആണോ എന്ന് പോലും അന്വേഷിക്കാതെ കാള പെറ്റു എന്ന് കയറെടുക്കുന്ന ഒരവസ്ഥയിലാണ് ഇന്നത്തെ സമൂഹം പോകുന്നത്. പക്ഷെ അതിനെപ്പറ്റി ഒന്ന് അനലൈസ് ചെയ്യുമ്പോൾ പണ്ടെങ്ങാണ്ടോ നടന്ന സംഭവമാണ്. അതും ഈ ഒരു കണ്ടന്റുമായിട്ട് യാതൊരു ടച്ചും ഇല്ലാത്ത ഒരവസ്ഥയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പം ഇതിനൊക്കെ കാരണം നമ്മുടെ സ്വസ്ഥത കുറവാണ്. അപ്പം അതിനുള്ള പോം വഴി എന്ന് പറഞ്ഞാൽ, ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെടാനുള്ള മാർഗം എന്ന് പറഞ്ഞാൽ സ്പിരിച്വാലിറ്റിയാണ്, യോഗയാണ്, ഉപാസനയാണ്. അവനവൻ്റെ മതത്തിൽ നിന്നുകൊണ്ട് തന്നെ ശരിയായ രീതിയിൽ ആ തേജസ്സിനെ, ആ പരമ്പൊരുളിനെ മനസ്സിലാക്കുക എന്നുള്ളതാണ് നാം പാലിക്കേണ്ടത്. എല്ലാ മതത്തിലും തീവ്രതയുണ്ട്. ഒരു മതവും മറ്റുള്ള മതങ്ങളെ കൊല്ലുവാൻ പറയുന്നില്ല. അങ്ങനെ കൊല്ലുവാൻ പറയുന്ന ആ ഒരു അവസ്ഥ എന്ന് പറയുന്നത്, നമുക്കറിയാം ഇന്നത്തെ ഏത് ഗ്രന്ഥങ്ങളാണെങ്കിലും അതിൻ്റെ ട്രാൻസ്ലേഷൻ എല്ലാം മാറ്റിമറിച്ചിരിക്കുന്നു. ശരിയായ മതഗ്രന്ഥങ്ങൾ ഇന്നില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഒരു പൊളിറ്റിക്കൽ ചേരുവ എല്ലാ മതഗ്രന്ഥങ്ങളിൽ പണ്ടേ തന്നെ എഴുതി ചേർത്തു. കാരണം കലഹം നടന്നാലേ വേർതിരിവുണ്ടാവുള്ളൂ. ഉണ്ടായാൽ മാത്രമേ ഭരണം, പോളിറ്റിക്സ് ഇതൊക്കെ വ്യക്തമായിട്ട് ഭരിക്കാനൊക്കുള്ളൂ. ഒരു ജാതിയെ അല്ലെങ്കിൽ ഒരു മതത്തിനെ, ഒരു വർഗത്തെ വളഞ്ഞു പിടിച്ച് എടുക്കാനുള്ള മാർഗമാണ് തമ്മിൽ തല്ലിക്കുക എന്നുള്ളത്. പക്ഷേ മതങ്ങൾ ജസ്റ്റ് ഒരു റൂട്ടീനാണ്, ഒരു മനുഷ്യൻ്റെ റൂട്ടീൻ മാത്രമാണ് മതങ്ങൾ. ഒരു മതത്തിൽ ജനിച്ചു, ആ മതം ആണ് എല്ലാം. മറ്റുള്ള മതങ്ങൾ ചീത്തയാണെന്ന് പറയുന്നതും, അവൻ്റെ മതത്തിൽ വിശ്വസിക്കുന്നെങ്കിൽ അവനിൽ വിശ്വസിച്ചോട്ടെ. എനിക്ക് എൻ്റെ തലമുറകൾ, എൻ്റെ സംസ്കാരങ്ങൾ പറഞ്ഞു തന്നത് ഞാൻ അനലൈസ് ചെയ്യും. എന്ത് പറഞ്ഞാലും വിശ്വസിക്കുന്ന ഒരു മനസ്സാവരുത് മനുഷ്യന് വിവേചന ബുദ്ധിയുണ്ട്. അതുകൊണ്ടാണ് മൃഗങ്ങൾക്കും നമുക്കും വ്യത്യാസമുള്ളത്. അപ്പോൾ ആ മതഗ്രന്ഥങ്ങളിൽ തീവ്രമായിട്ടുള്ള രാഷ്ട്രീയം കലർത്തിയിട്ടുണ്ട്. അപ്പോൾ ആ രാഷ്ട്രീയത്തെ
നാം വ്യക്തമായിട്ട് മനസ്സിലാക്കി രക്തബന്ധങ്ങളെപ്പോലെ മുന്നോട്ട് പോയാൽ നമ്മുടെ ജീവിതം എത്ര സുന്ദരം. അപ്പോൾ ഓരോ മതത്തിലും രാഷ്ട്രീയം ഉണ്ട് എന്നുള്ളതാണ് ഇന്നത്തെ ദുഃഖകരമായിട്ടുള്ള സബ്ജക്റ്റ്. ശരിയായ മതത്തെ വേറെ തലത്തിലേക്ക് കൊണ്ടുപോയിട്ട് അതാണ് മതം എന്ന് പറഞ്ഞ് തമ്മിൽ കലഹിക്കുന്ന ഒരു കാലത്തിലേക്കാണ് നാം പോയിക്കൊണ്ടിരിക്കുന്നത്. സത്യമായ രീതിയല്ല, സത്യമായ ധർമ്മമല്ല അതിന് പാലിക്കേണ്ടത്. അപ്പോൾ ഇതെല്ലാം മനസ്സിലാക്കിയിട്ട് ശരി എന്താണ് എന്ന് മനസ്സിലാക്കാനുള്ള കഴിവ് നാം ഇല്ല എങ്കിൽ നാശം സുനിശ്ചിതമാണ്. നമുക്ക് പ്രകൃതിയാണ് ഭഗവാൻ. അതിൻ്റെ സംസ്കൃത വേർഡ് എന്ന് പറഞ്ഞാൽ നീര്, ജലം, വായു, ഭൂമി, ആകാശം, അഗ്നി, ഇത് 5 കൂടിയതാണ് ഭഗവാൻ എന്ന് സംസ്കൃതത്തിൽ. അപ്പോൾ നമ്മുടെ ഋഗ്വേദം ഒന്ന് അനലൈസ് ചെയ്താൽ അത് ഈ പറയുന്ന പഞ്ചതത്വങ്ങളെ ഉദ്ദേശിച്ചാണ്. പഞ്ചതത്വങ്ങളാണ് അവിടെ ദൈവം. പണ്ടത്തെ ഋഷിമുനിമാരൊക്കെ യജ്ഞങ്ങൾ ചെയ്യുക, പ്രകൃതിയെ സ്നേഹിക്കുക, ആദിത്യനെയും ചന്ദ്രനെയും ഒക്കെ. ഇപ്പം നമ്മൾ ക്ഷേത്രങ്ങളിൽ ശിലകളെ വെച്ച് ആരാധിക്കുന്നു. എന്തുകൊണ്ടാണ്? ഈ ശില എന്ന് പറയുന്നത് ഈ പഞ്ചതത്വങ്ങൾ ഉൾക്കൊള്ളുന്നതാണ്. വെറുതെ ഒരു കല്ലുണ്ടാവത്തില്ല. ഒന്നെങ്കിൽ ഉൽക്ക വീണിട്ടുണ്ടാവും, തീഗോളങ്ങളായിട്ട് വന്ന് പതിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ അഗ്നിപർവ്വതങ്ങൾ പൊട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ഇതിനൊക്കെ ക്രോഡീകരിച്ച് ചിലവർ വിതൗട്ട് എനി സ്ക്രപ്ചർ, അതായത് രൂപമില്ലാത്ത ഭാവത്തെ പൂജിക്കാൻ ആഗ്രഹിക്കുന്നു. ചിലവർ രൂപമുള്ള ഭാവങ്ങളെ ആരാധിക്കാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ സഹസ്രനാമങ്ങളിൽ ഇത് വ്യക്തമാണ് ഭഗവാൻ പറഞ്ഞിട്ടുള്ളത്. അകാരായ, നിരാകാരായ, ആകാരമുള്ളവനും ആകാരമില്ലാത്തവനും ഏത് രീതിയിലാണോ, ഏത് ഭാവത്തിലാണോ നീ ആഗ്രഹിക്കുന്നത് ആ ഭാവത്തിൽ ഞാൻ വരും. ഇപ്പോൾ കൃഷ്ണനെ കണ്ടവരാരെങ്കിലും ഉണ്ടോ? ഇല്ല. ഒരു കലാകാരൻ ആ ഗ്രന്ഥത്തിൽ കൃഷ്ണനെ വർണ്ണിച്ച അതേ തലത്തിൽ നിന്നുകൊണ്ട് അവൻ ആ കലാരൂപം സാക്ഷാത്കാരമാക്കി. അത് തന്നെ വേണമെന്നില്ല. ഇപ്പം നാം കുട്ടികളൊക്കെ അവരുടെ ഹോംവർക്ക് ബുക്കിൽ, ചെറിയ കുട്ടികൾ അവരുടെ മനസ്സിലെ ആ കാഴ്ചപ്പാട് അവർ വരയ്ക്കുന്നു. മലയുടെ ഇടയിൽ കൂടി സൂര്യൻ ഉദിക്കുന്നു, അതിൻ്റെ അടുത്ത് ഒരു പുഴയിൽ തോണി പതുക്കെ പോകുന്നു. അതവരുടെ ഒരു ഇമാജിനേഷനാണ്. അതേപോലെ വേണമെന്നില്ല. ചിലപ്പോൾ മലയുടെ അടുത്ത് ഒരിക്കലും പുഴ ഉണ്ടാവാറില്ല, ചിലപ്പോൾ ഉണ്ടാവും. പക്ഷെ ആ കുട്ടിയുടെ ഇമാജിനേഷനാണ്. അതേപോലെയാണ് ഈ പറയുന്ന ഓരോ ചിത്രങ്ങളും. അപ്പം അതാണ് എന്ന് പറയുന്നത് അതിന് വിറ്റ്നസ് ഇല്ല. പക്ഷെ നമ്മുടെ തലമുറകൾ, ചിലപ്പോൾ നമ്മുടെ എത്രയോ തലമുറ മുമ്പുള്ള മുതുമച്ചന്മാർ കൃഷ്ണനെ കണ്ടിട്ടുണ്ടാവാം. അതനുസരിച്ച് അവർ ശിലാരൂപങ്ങൾ ചെയ്തിട്ടുണ്ടാവും. ഇന്നൊക്കെയാണ്
ചിത്രരചനയൊക്കെ. പണ്ട് ചിത്രങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അന്ന് ശില്പങ്ങളാണ്, ശിലകളാണ് കൊത്തിയെടുത്ത് ശില്പങ്ങളാക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ അതുപോലെ ഇത് എന്നുള്ളൊരു കൺസെപ്റ്റാണ്. ഇപ്പോൾ നമ്മൾ പഴനിയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഭഗവാന്റെ നവപാഷാണ ശില നമുക്ക് ദർശിക്കാനൊക്കും. അതെങ്ങനെയാണ് ബോഗർ നിർമ്മിച്ചത്? അതായത് മുരുകനെ, ബാലമുരുകനെ തൻ്റെ അടുത്ത് വേണമെന്നും, ഇപ്പോൾ മുരുകനാണ് ബോഗർക്ക് ഈ ഒരു കോൺസെപ്റ്റ് പറഞ്ഞു കൊടുത്തത്. നവപാഷാണ ശിലയിൽ വിഗ്രഹം ഉണ്ടാക്കുക. പക്ഷെ ബോഗർക്ക് ഒരാഗ്രഹം, തനി ഭഗവാൻ തന്നെ ശില കൺസെപ്റ്റ്, അതായത് ഭഗവാന്റെ തന്നെ ഒരു മാറ്റവും ഇല്ലാതെ അതേ ശില തന്നെ ശിലയാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ പ്രാർത്ഥന കേട്ട് സ്വയം ആണ്ടിക്കോലമായി നിന്ന് ഭഗവാൻ ബോഗറിൻ്റെ അടുത്ത് നിന്നു. അപ്പോൾ 2 കണ്ണും കെട്ടിയിട്ടാണ് ബോഗർ ഒരു കൈ കൊണ്ട് ഭഗവാനെ തൊടുകയും മറു കൈ കൊണ്ട് ആ ശില്പം നവപാഷാണത്തിൽ ഉരുവാക്കിയതും. അതാണ് എക്സാമ്പിൾ. അപ്പോൾ സനാതനധർമ്മം എന്ന് പറഞ്ഞാൽ ഒരു മതമല്ല, അത് ധർമ്മമാണ്. ഈ സനാതന ധർമ്മത്തിൽ നിന്നാണ് ഈ പറയുന്ന എല്ലാ മതങ്ങളുടെയും ഉദ്ഭവം. ദ മദർ ഓഫ് ഓൾ റിലീജിയൻ. സനാതനധർമ്മത്തിൽ എല്ലാമുണ്ട്. ശിലാഭാവത്തിൽ പൂജിക്കുന്ന ഒരു ശില പോലും ഇല്ലാതെ പ്രകൃതിയെ പൂജിക്കുന്ന ഭാവങ്ങളുണ്ട്. നിരാകാരമായിട്ട്, ആകാരമില്ലാത്ത ദൈവങ്ങളെ പൂജിക്കുന്ന ഭാവവുമുണ്ട്. ഇതെല്ലാം സഹസ്രനാമം ഒന്ന് അനലൈസ് ചെയ്താൽ നമുക്ക് മനസ്സിലാവും. സനാതനധർമ്മത്തിൽ അഗ്നിയാണ് ഋഷിമാര് മെയിനായിട്ട് ഹവനം ചെയ്യുക, യജ്ഞങ്ങൾ ചെയ്യുക. ഇത് മറ്റുള്ള പ്രകൃതിയിലെ മറ്റു ജീവികൾക്കും പ്രയോജനമാകും വിധമാണ് നാം ചെയ്യുന്നത്. നമുക്കറിയാം, കാട്ടിൽ നിന്നും നാട്ടിലേക്ക് വന്യമൃഗങ്ങൾ കയറി വരുന്നത്. അതേപോലെ കുറേ ഉദാഹരണങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. കാടിറങ്ങി വരുന്ന മൃഗങ്ങളാണെങ്കിൽ അപായ സൂചനയാണ്. ജഗന്നാഥ ടെമ്പിളുണ്ട്, അവിടെയും ഇതേപോലെ യാത്ര, ഭഗവാൻ പുറത്ത് രഥത്തിൽ വന്നപ്പോൾ എത്രയോ 1000 ഭക്തരാണ് അപകടത്തിൽപ്പെട്ട് ഹോസ്പിറ്റലായത്. അപ്പോൾ കുറേ അശുഭമായിട്ടുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് ഞാൻ ട്രെയിലർ എന്ന് പറയുന്നത്. ഭൂമികുലുക്കം വരുന്നു, പ്രളയ സമാനമായിട്ടുള്ള പ്രളയം തന്നെ കുറേയിടത്ത് ഈ പറയുന്ന മലയിടിച്ചിൽ വന്നു. കേദാർനാഥ് പോകുന്ന വഴി നമുക്കറിയാം, കഴിഞ്ഞ ആഴ്ച ഒരു ടൂറിസ്റ്റ് ബസ് തന്നെ മലയിടുക്കിൽ, അതായത് ഉരുൾപൊട്ടൽ വഴി എത്രയോ കുടുംബങ്ങൾ മരിച്ചുപോയി. എത്രയോ പ്ലെയിൻ ക്രാഷ് ലോകമെമ്പാടും നടക്കുന്നു. തീവ്രവാദവും അതിൻ്റെ കൂടെ നടക്കുന്നു. അപ്പോൾ ഇവർക്കാർക്കും മതങ്ങളുടെ തനി ഭാവമായിട്ട് പങ്കില്ല. തനി മതങ്ങൾ ഒരിക്കലും മറ്റുള്ളവനെ ഹിംസിക്കാൻ പഠിപ്പിക്കുന്നില്ല. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ മതഗ്രന്ഥങ്ങളും മാറ്റിമറിച്ച് ഇന്നത്തെ കാലത്ത് ഒരു പൊളിറ്റിക്കൽ ഫിഗർ എന്നുള്ള ലെവലിലേക്ക്, അപ്പോൾ ഓരോ മതത്തിലുമുണ്ട് നല്ല പണ്ഡിതരും മോശം പണ്ഡിതരും. ഈ മോശം പണ്ഡിതരാണ് ഈ പറയുന്ന തീവ്രമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. ഭഗവാനെ അറിയുന്നവരൊരിക്കലും സത്യം അവർക്കറിയാം. അവർക്കാർക്കും മറ്റുള്ളവനെ ഹിംസിക്കാനൊന്നും
പറയത്തില്ല. അതുണ്ടെങ്കിൽ ആ മതമല്ല ശരി മീൻസ് ആ മതമല്ല തെറ്റുകാരൻ, മറിച്ച് ഈ പറയുന്ന നെഗറ്റീവ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം കലിയുഗത്തിൽ കലിക്ക് പ്രാധാന്യമാണ്. തമ്മിലടിച്ചാൽ മാത്രമേ കലിയുഗം വിജയിക്കുകയുള്ളൂ. ആഡംബരം വേണം. ആഡംബരത്തിന് വേണ്ടി അവൻ എന്തും ചെയ്യും. മറ്റുള്ളവരെ കൊല്ലും, അമ്മേനെ കൊല്ലുക, അച്ഛനെ കൊല്ലുക, മക്കളെ കൊല്ലുക, പിഞ്ചു കുഞ്ഞിനെ അമ്മ എറിഞ്ഞു കൊല്ലുക. അതാണ് ഇന്ന് സംഭവിക്കുന്നത്. ആ ഒരു കലിയുടെ വൈറസ് കയറാതിരിക്കുവാൻ വേണ്ടിയിട്ടാണ് സ്പിരിച്വാലിറ്റിയിലേക്ക് നമ്മൾ പോകണമെന്ന് പറയുന്നത്. ശരിക്കും ദൈവത്തെ അടുത്ത് അറിഞ്ഞു വരും തോറും നമുക്ക് മനസ്സിലാകും ഈ പറയുന്ന മതങ്ങൾ ജസ്റ്റ് ഒരു ഒന്നാം പടി മാത്രമാണ് എന്നുള്ളത്. ഇപ്പൊ ജാതിപ്പോര് എന്ന് പറയുന്നു. ജാതി എന്ന് പറഞ്ഞാൽ ഭഗവാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. ജാതി ഭഗവാൻ തന്നെ തന്നതാണ്. അതായത് ഖണ്ഡം എന്ന് പറയുന്നത് ബ്രാഹ്മണനാണ്, കൈ എന്ന് പറയുന്നത് ക്ഷത്രിയൻ, വയറ് നാഭി ഒക്കെ വരുന്നത് വൈശ്യനാണ്, ഭഗവാന്റെ കാലെന്ന് പറയുന്നത് ശൂദ്രനാണ്. അപ്പൊ ഇവിടെ എവിടെയാണ് ജാതി വ്യത്യാസങ്ങൾ കാണുന്നത്? ഇപ്പോൾ ഭഗവാന്റെ കാലില്ലെങ്കിൽ നമ്മൾ എവിടെയാണ് കാല് പിടിക്കുന്നത്? ശൂദ്രന്റെ കാല് തന്നെ, ശൂദ്രനെ തന്നെയാണല്ലോ നമ്മൾ പിടിക്കേണ്ടത്. അപ്പോൾ അനാവശ്യമായിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടാക്കി ശരിയായ അറിവുകളിൽ നാം എത്തിച്ചേരാതെ അവിടുന്നോ ഇവിടുന്നോ പറഞ്ഞ കാര്യങ്ങൾ വിശ്വസിച്ച് നമ്മൾ നമ്മുടെ മനസ്സിനെ അനലൈസ് ചെയ്ത് വരാതെ വരുമ്പോഴാണ് കലഹം എന്നുള്ള അതിഭയാനകമായിട്ടുള്ള ലെവലിലേക്ക് നാം പോകുന്നത്. അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കുക, പ്രകൃതിയെ നശിപ്പിക്കാതിരിക്കുക. ഇപ്പോൾ കേരളം ഒട്ടാകെ പാലങ്ങളാണ്, പക്ഷേ ഭൂമി, അതായത് കേരളത്തിൻ്റെ പരിസ്ഥിതിയെ അത് അനുയോജ്യമാണോ എന്ന് പോലും നോക്കാതെയാണ് ഈ പറയുന്ന മാറ്റങ്ങൾ, ഉയർച്ചകൾ കൊണ്ടുവരുന്നത്. പക്ഷേ ഒരു ചെറിയ ഭൂമി കുലുക്കം അല്ലെങ്കിൽ ഒരു പ്രളയം വന്നു കഴിഞ്ഞാൽ ഈ പാലത്തിൻ്റെ ഗതി എവിടെയാണെന്ന് പോലും നമുക്ക് നിർവചിക്കാൻ പറ്റത്തില്ല. അത്രമേൽ ഭയാനകമാണ് നമ്മുടെ ഓരോ ദിവസങ്ങളും. ഇപ്പോൾ ആ പാലം പണി നടക്കുന്നതുകൊണ്ട് എത്രയോ പേരാണ് മരിച്ചത്. അന്യ സംസ്ഥാന തൊഴിലാളികളായതുകൊണ്ട് നമുക്കത് കൂടുതൽ വികാരമായിട്ടില്ല. അതേസമയം നമ്മുടെ നാട്ടിലെ വ്യക്തികളാണ് അതിന് അടിമപ്പെടുന്നതെങ്കിൽ നമ്മൾ ഓരോ ഇഷ്യൂസും കൊണ്ടുവന്നേനെ. അപ്പോൾ ഈ കാലയളവിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന, ഇതിൽ നിന്നൊക്കെ വിടുതൽ ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കാര്യമാണ് സ്പിരിച്വാലിറ്റി. ആ സ്പിരിച്വാലിറ്റി എന്തിൽ നിന്നും നമ്മളെ രക്ഷിച്ചു. അതാണ് നമ്മുടെ ചരിത്രം, ഇല്ലേ? നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥനയുണ്ടെങ്കിൽ ഏതൊരു അസംഭവമായിട്ടുള്ള, അസാധ്യമായിട്ടുള്ള കാര്യങ്ങളും സാധ്യമാകും. അതിനെത്രയോ ഉദാഹരണങ്ങൾ നമുക്ക് പണ്ടുണ്ട്. ആ ഒരു അപകടാവസ്ഥയെ മറികടക്കുക എന്നുള്ളൊരു ഉദ്ദേശ്യമാണ് നമുക്ക് വേണ്ടതും. ഇല്ലെങ്കിൽ നാം ഓരോരുത്തർ അതിന് ഇരയാകും. അവസാനം 2028 കഴിയുമ്പോൾ 2029 ആവുമ്പോൾ അല്പമട്ടുള്ള മനുഷ്യമായിരിക്കും ഈ ഭൂമിയിലുണ്ടാവുക. അപ്പോൾ എല്ലാവരും നല്ല മനസ്സോടെ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കി എന്ന് വിചാരിക്കുന്നു. സീരിയസ് ആയിട്ടാണ് ഞാൻ ഈ പറയുന്നത്. നമ്മുടെ ഭവിഷ്യപുരാണത്തിൽ
അതേപോലെ ഭവിഷ്യ മാലികയിൽ ഇത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. 2025, അതായത് ഈ വർഷം നാം കണ്ടുകൊണ്ടിരിക്കുന്നത് 2026 ടു 2028 നടക്കാൻ പോകുന്ന വലിയ സിനിമ, അതിൻ്റെ ട്രെയിലറാണ്. ആ അപകടാവസ്ഥ നാം മനസ്സിലാക്കി അതിനെ ഉൾക്കൊണ്ട് നല്ല ഒരു വ്യക്തികളായിട്ട് അതിനെ ഫേസ് ചെയ്യാതെ സ്പിരിച്വാലിറ്റി, ആ ശക്തിയെ നാം എല്ലാവരും ഉണർത്തേണ്ട കാലം വന്നിരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും എപ്പോഴും നല്ലത് വരണേ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ ഈ എപ്പിസോഡ് ഇവിടെ ഉപസംഹരിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഓം നമഃ ശിവായ. നർമ്മദേ